പലപ്പോഴും കേട്ടിട്ടുള്ള ചങ്ങലമടനെ പറ്റി ഒന്ന് പരിശോധിച്ചു നോക്കാം. ചങ്ങലമടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക കഥാപാത്രത്തെ കുറിച്ച് നേരിട്ടുള്ള ദൈവിക കഥകൾ ലഭ്യമല്ല. എങ്കിലും ഈ പേര് വയനാട്ടിലെ കരുത്തണ്ടൻ എന്ന ആദിവാസി മൂപ്പനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ കഥയ്ക്ക് ഒരുതരം ദൈവിക പരിവേഷം കൽപ്പിച്ചു കാണുന്നുണ്ട്. വയനാട് ചുരത്തിലെ ചങ്ങലമരം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വയനാടൻ ചുരം നിർമ്മിക്കാൻ ഒരു വഴി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ സമയത്താണ് കാടിന്റെ വഴികൾ മുഴുവൻ അറിയാമായിരുന്ന കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പന്റെ സഹായം അവർ നേടിയത്. കരിന്തണ്ടന്റെ സഹായത്തോടെ ചുരം നിർമ്മാണം എളുപ്പത്തിൽ പൂർത്തിയാക്കി. എന്നാൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ കഴിവിൽ അസൂയ പൂണ്ട് ചുരത്തിന്റെ പേര് കരിന്തണ്ടന്റെ പേരിലാകാതിരിക്കാൻ അദ്ദേഹത്തെ വഞ്ചിച്ചു കൊന്നു. വധിക്കപ്പെട്ട ശേഷം കരിന്തണ്ടന്റെ ആത്മാവ് ചുരത്തിൽ ഭീകരമായ രീതിയിൽ അലഞ്ഞു നടന്നു എന്നും അതുവഴി യാത്രക്കാർക്ക് വലിയ ഉപദ്രവമുണ്ടായി എന്നും പറയപ്പെടുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ആത്മാവിനെ ഒരു മരത്തിൽ ചങ്ങലയിട്ട് ബന്ധിച്ചു. ഈ മരം പിന്നീട് ചങ്ങലമരം എന്നറിയപ്പെട്ടു. ഈ കഥ പിന്നീട് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും കരിന്തണ്ടന്റെ ആത്മാവിനെ ഭയത്തോടും ആദരവോടും കൂടി ആളുകൾ കാണാനും തുടങ്ങി. ഇന്നും വയനാട് ചുരം കയറുന്നവർക്ക് യാത്ര സുരക്ഷിതമാകാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ചങ്ങലമാടൻ എന്ന പേര് ഒരുതരം ദൈവികമായ രീതിയിൽ കരിന്തണ്ടന്റെ ആത്മാവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു നാടൻ പദം മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. ഇതിനെ പലരും പല രീതിയിലാണ് വളച്ചൊടിച്ച് വിശ്വാസങ്ങളാക്കി മാറ്റുന്നത്.